ഒരു കർഷകൻ ഒരു കൃഷിയിടത്തെ സമീപിക്കുന്നതും ഒരു പന്നി ഒരു കൃഷിയിടത്തെ സമീപിക്കുന്നതും രണ്ട് വിധത്തിലാണ്. കർഷകൻ ആ കൃഷിയിടത്തിലെ വിളവുകളെ തൻ്റെ ആരോഗ്യത്തിനും തൻ്റെ കുടുംബത്തിൻ്റെ തൻ്റെ സമൂഹത്തിൻ്റെ ഒക്കെ ആരോഗ്യത്തിനും ആവശ്യമായ രീതിയിൽ പരിപാലിച്ച് അതിൽ നിന്നും ഭക്ഷ്യവസ്തുക്കളെ ഉണ്ടാക്കിയെടുക്കുന്നു. അതുകൊണ്ട് പക്ഷേ ആ കൃഷിയിടത്തിന് യാതൊരുവിധ തകരാറുകളും സംഭവിക്കില്ല. ആ കർഷകൻ ആ കൃഷിയിടത്തോട് വളരെയേറെ സംതൃപ്തനുമായിരിക്കും. എന്നാൽ ഒരു പന്നി ഒരു കൃഷിയിടത്തിലേക്ക് പ്രവേശിച്ചാൽ തൻ്റെ വിശപ്പിനാവശ്യമായ കാര്യങ്ങൾ അതിൽ നിന്ന് സ്വരൂപിക്കുകയും ബാക്കിയുള്ളതെല്ലാം നാളെയും തനിക്ക് ആവശ്യമുണ്ടെന്ന വിചാരമില്ലാതെ നശിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് നിലവിലുള്ളത്. ഇതുപോലെയാണ് വിശുദ്ധ ഖുർആനിനെ സമീപിക്കുന്ന എക്സ് മുസ്ലിമും ഒരു യഥാർത്ഥ വിശ്വാസിയും തമ്മിലുള്ള സാമ്യത. വിശുദ്ധ ഖുർആനിൽ ആത്മീയമായി ആവശ്യമായ എല്ലാവിധ അറിവുകളും ജ്ഞാനങ്ങളും നന്മകളും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടൊരു വിശ്വാസി അതിലേക്ക് പ്രവേശിച്ചാൽ അവൻ്റെ ആത്മാവിനെ സ്ഫുടം ചെയ്യാൻ ആവശ്യമായ അവൻ്റെ യഥാർത്ഥ ജീവിത ലക്ഷ്യത്തെ കണ്ടെത്താൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും അതിൽ നിന്ന് സ്വരൂപിക്കുന്നു. അങ്ങനെ സന്തോഷവാനായി സുരക്ഷിതനായി അവൻ ജീവിച്ച് മരിക്കുന്നു. എന്നാൽ ഒരു എക്സ് മുസ്ലിം ഖുർആനിലേക്ക് പ്രവേശിക്കുന്നത് നേരത്തെ നാം പറഞ്ഞ പന്നി കൃഷിയിടത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെയാണ്. എക്സ് മുസ്ലിം അവനാവശ്യമുള്ള അവൻ്റെ ഭൗതിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധ്യമായ വിഭവങ്ങളെ അതിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കുന്നു. ബാക്കിയുള്ളവയെല്ലാം ചവിട്ടി മെതിച്ച് അർത്ഥശൂന്യമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു.